മതപരമായി സാമുദായികമായി ഭിന്നിപ്പിച്ചുകൊണ്ട് ഒരു ശക്തിക്കും ഈ രാജ്യത്തെ തകർക്കാൻ കഴിയില്ലെന്ന വലിയൊരാശയം ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു. അതിലടക്കമുള്ള ഈ 26 രക്തസാക്ഷികളും ഈ 26 മനുഷ്യരുമെന്ന് അതിൽ മലയാളിയായ നമ്മുടെ ഒരു സഹോദരൻ കൂടിയുണ്ട്. സഹോദരങ്ങളെ, ഇവരെല്ലാം ലോകത്തോട് പറഞ്ഞത്, ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങളെ നിങ്ങൾക്ക് മതപരമായിട്ട് സാമുദായികമായിട്ട് ഭിന്നിപ്പിക്കുവാൻ കഴിയില്ല, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും എന്ന സന്ദേശം ലോകത്തിന് കൈമാറിക്കൊണ്ടാണ് ഈ 26 നിരപരാധികളായ മനുഷ്യരും ലോകത്തോട് വിട പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തുടർന്ന് ഭീകരതയ്ക്കെതിരെ നടന്ന സൈനിക നടപടിയും ഏറെ പ്രശംസനീയമാണ്. അക്രമങ്ങൾക്കെതിരെ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടാണെന്ന് വിളിച്ചു പറയാൻ ഈ സൈനിക നടപടികൾക്കായി എന്നുള്ളതാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സൈനികർക്കും ആദരവോടുകൂടി നാം നന്ദി അർപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ സൗഹൃദത്തോടെ മുന്നോട്ട് നീങ്ങണമെന്നാണ് ഇത്തരം സാഹചര്യങ്ങൾ നമ്മോട് പറയുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് രാജ്യത്തെ വിശ്വാസികൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ ഏറ്റവും ഗൗരവമുള്ളതാണ് വഖഫ് നിയമ ഭേദഗതി എന്ന് പറയുന്നത്. ഈ ഭേദഗതിയിലൂടെ നമ്മുടെ മസ്ജിദുകൾ, മദ്രസകൾ, യതീംഖാനകൾ, അനുബന്ധ സ്ഥാപനങ്ങൾ ഇവ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്നതുകൊണ്ടാണ് ആവർത്തിച്ചുകൊണ്ട് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് അന്തിമമായ ഒരു വിധി ഉണ്ടായിട്ടില്ലെങ്കിലും സുപ്രീം കോടതി ഇടക്കാലത്ത് ചില ഉത്തരവുകളും നിരീക്ഷണങ്ങളും നടത്തുകയുണ്ടായി. സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ചില ഇടക്കാല ഉത്തരവുകളും നിരീക്ഷണങ്ങളുമെല്ലാം വന്നു. ആ ഇടക്കാല ഉത്തരവുകളും നിരീക്ഷണങ്ങളും നമുക്ക് ആശ്വാസം നൽകുന്നതായിരുന്നു. വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസി സമൂഹവും വഖഫിനെ സ്നേഹിക്കുന്നവരും പ്രകടിപ്പിക്കുന്ന ആശങ്കകൾ അത് അസ്ഥാനത്തല്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യമായത്. ഒന്നാമതായി സുപ്രീം കോടതി പറഞ്ഞത്, രജിസ്ട്രേഷൻ മൂലമോ ഉപയോഗത്തിലൂടെയോ അഥവാ വഖഫ് ബൈ യൂസർ മറ്റേതെങ്കിലും നിലക്കോ വഖഫായി കണക്കാക്കുന്ന വസ്തു ഡീനോട്ടിഫൈ ചെയ്തുകൊണ്ട് വഖഫ് അല്ലാതാക്കരുതെന്നാണ്. രണ്ടാമതായി സുപ്രീം കോടതി ഇടക്കാലത്ത് വെച്ച് പറഞ്ഞത്, കളക്ടർമാർ വഖഫിൽ അന്വേഷണം നടത്തുമ്പോ പുതിയ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം യാതൊരു നടപടിയും സ്വീകരിക്കരുത് എന്നായിരുന്നു. മൂന്നാമതായി പറയുന്നത്, കേന്ദ്ര വഖഫ് കൗൺസിലുകളിലും അതുപോലെ തന്നെ സംസ്ഥാന വഖഫ് ബോർഡുകളിലും എക്സ് ഒഫീഷ്യോ അംഗങ്ങളല്ലാത്തവർ എല്ലാവരും മുസ്ലിങ്ങളാവണം എന്നതാണ്. അങ്ങനെ 3 സുപ്രധാനമായ നിരീക്ഷണങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തിരുന്നുണ്ടായി. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇത്തരം പരാമർശങ്ങളെല്ലാം നമുക്ക് താൽക്കാലികമായിട്ടെങ്കിലും പ്രതീക്ഷ നൽകുന്നതാണ്. അതിനാൽ തന്നെ ക്ഷമയും ആത്മസംയമനവും നഷ്ടപ്പെടുത്താതെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിലും അതുപോലെ തന്നെ ഭരണഘടനയിലും പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ആവശ്യമായ നിയമ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ വിശ്വാസികൾക്ക് സാധ്യമാവണം. സർവോപരി അള്ളാഹുവിന്റെ സഹായത്തിലാണ് നമുക്ക് പ്രതീക്ഷയുണ്ടാവേണ്ടത്. അതാണ് അള്ളാഹു പറഞ്ഞത്, അള്ളാഹു നിങ്ങളെ സഹായിച്ചാൽ ആർക്കും നിങ്ങളെ അതിജീവിക്കാനോ അതിജയിക്കാനോ കഴിയുകയില്ല. എന്നാൽ അള്ളാഹു നിങ്ങളെ കൈവടിഞ്ഞാലോ അതിനുശേഷം ആരാണ് നിങ്ങളെ സഹായിക്കുക? ആർക്കാണ് നിങ്ങളെ സഹായിക്കാൻ കഴിയുക? അതുകൊണ്ട് വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, അള്ളാഹുവിന്റെ മേൽ വിശ്വാസികൾ ഭരമേൽപ്പിക്കട്ടെ എന്നാണ് ഖുർആൻ പറയുന്നത്, അള്ളാഹു പറയുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് വഖഫിനെ സംരക്ഷിക്കുന്നതും നീതിയുക്തവുമായ വിധി തീർപ്പുകൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്ന ഒരവസ്ഥ അള്ളാഹു ഉണ്ടാക്കി തരുമാറാവട്ടെ, അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ എന്ന് നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ബലിപെരുന്നാളിന്റെ സന്തോഷങ്ങളിൽ മുഴുകുമ്പോ നമ്മുടെ ഫലസ്തീനിലെ ഗസയിലെ സഹോദരങ്ങൾ അതികഠിനമായ പ്രയാസങ്ങളാണ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. സയനിസ്റ്റ് കാപാലികർ
ഫലസ്തീനികളെ, ഗസ്സ നിവാസികളെ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, കൊന്നുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, മനുഷ്യാവകാശ നിയമങ്ങളെ ഒന്നടങ്കം പുച്ഛിച്ചു തള്ളിക്കൊണ്ടും അന്താരാഷ്ട്ര നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടും ലോക ഭൂപടത്തിൽ നിന്ന് ഫലസ്തീനെ തുടച്ചു നീക്കാനാണ് ഇസ്രായേൽ തകൃതിയായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം തടഞ്ഞുകൊണ്ടും അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും പട്ടിണിക്കിട്ടുകൊണ്ടും ക്രൂരത മുന്നോട്ട് നീങ്ങുകയാണ് സഹോദരങ്ങളെ. അതിനാൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഫലസ്തീനികൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾക്ക് കൃത്യമായി ഭക്ഷണം എത്തിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ 10,000-കണക്കിന് കുഞ്ഞുങ്ങൾ ഉടൻ മരിച്ചു വീഴുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ് നിരന്തരമായിട്ട് വരികയാണ്. കുഞ്ഞുങ്ങളെ മാത്രമല്ല, എല്ലാവരും ഒരുപോലെ വിശന്നിരിക്കുന്ന ഭൂമിയിലെ ഒരേ ഒരു ഇടമാണ് ഫലസ്തീൻ എന്ന് UN വളരെ വ്യക്തമായിട്ടും പറഞ്ഞു. എല്ലാവരും ഒരുപോലെ വിശന്നിരിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു ഇടമാണ് ഗസ്സ എന്ന് ഐക്യരാഷ്ട്രസഭ പറയാണ്. എന്നാൽ ഭക്ഷണം തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ഫലസ്തീനികളെ വെടിവെച്ച് കൊല്ലുകയാണ് ഇസ്രായേൽ. അപ്പോഴും ഇസ്രായേലിന്റെ നെതന്യാഹുവിന്റെ എല്ലാ ക്രൂരതകൾക്കും മേലൊപ്പ് ചാർത്തുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ആളുകൾ. പച്ച പരവതാനി വിരിച്ചുകൊണ്ട് അറബ് നേതൃത്വം ട്രംപിനെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഫലസ്തീനികൾക്ക് വേണ്ടി കരുത്തുള്ള ഒരു ശബ്ദമായി മാറാൻ അറബ് രാജാക്കന്മാർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇതെല്ലാം കണ്ട് കുലുക്കമില്ലാതെ നിശബ്ദമായി നിൽക്കുകയാണ് ലോകം. ഈ ലോകത്തെയാണ് നാം പുരോഗമനമെന്ന് വിളിക്കുന്നത്. എന്തുമാത്രം വിരോധാഭാസമാണ് ഈ ലോകത്തെ പുരോഗമനമെന്ന് വിളിക്കൽ. സഹോദരങ്ങളെ, ഈ ക്രൂരതകളുടെ മുമ്പിൽ പൈശാചികമായ മൗനം വധിക്കുന്ന ലോകത്തെ പുരോഗമനമെന്ന് വിളിക്കൽ എന്തുമാത്രം വിരോധാഭാസമാണ്. ഫലസ്തീനികളുടെ കാര്യത്തിൽ, ഗസ്സയുടെ വിഷയത്തിൽ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം കുറ്റകരമായ മൗനമാണ്. ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് പറയുന്നു, ഫലസ്തീനികളുടെ വിഷയത്തിൽ, ഗസ്സയുടെ കാര്യത്തിൽ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം കുറ്റകരമായ മൗനമാണ്. എന്നാൽ നമ്മൾ അറിയണം, മനുഷ്യന്റെ കാരുണ്യം എത്ര തന്നെ വറ്റിപ്പോയാലും വറ്റാത്ത നീരുറവയാണ് അല്ലാഹുവിന്റെ കാരുണ്യമെന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഒരിക്കലും വറ്റാത്ത അറ്റമില്ലാത്ത കാരുണ്യമാണ് റബ്ബിൻ്റെത്. ആ റബ്ബ് റഹ്മാനാണ്, റഹീമാണ്, പരമകാരുണ്യകനാണ്, കരുണാനിധിയാണ്. ആ നാഥനോട് ഫലസ്തീനികൾക്ക് വേണ്ടി, ഗസ്സ നിവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, ഗസ്സയിലെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ദുർബലരായ ജനവിഭാഗങ്ങളെയും അപ്പവും അന്നവും നൽകി നീ സഹായിക്കണമേ നാഥ. അല്ലാഹുവേ, ഫലസ്തീൻ അടക്കമുള്ള ലോകത്തിലെ എല്ലാ പ്രദേശങ്ങളിലും നീ ശാന്തിയും സമാധാനവും വർഷിക്കണമേ റബ്ബ്. ആരവരെ കുറ്റപ്പെടുത്തി, ഒറ്റപ്പെടുത്തി കടന്നാക്രമിക്കാൻ ശ്രമിച്ചാലും ഫലസ്തീനികൾ അടക്കമുള്ള ലോകത്തെ ദുർബല ജനവിഭാഗങ്ങൾ പുഞ്ചിരിക്കുന്ന ഒരു നാളെയുണ്ട്. ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. സത്യവിശ്വാസികളെ, ദുർബലരായ ജനവിഭാഗത്തെ നാം സഹായിക്കുക തന്നെ ചെയ്യുമെന്നാണ് അല്ലാഹു പറഞ്ഞത്. ഇൻ തൻസുറുല്ലാഹ യൻസുറകും വയുസബ്ബിത് അഖദാമകും. നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ അല്ലാഹു നിങ്ങളെയും സഹായിക്കും. നിങ്ങളുടെ കാലടിപ്പാതകൾ അവൻ ഉറപ്പിച്ചു നിർത്തും. ഖുർആൻ പറയുകയാണ് സഹോദരങ്ങളെ, അല്ലാഹു ആ ജനതയെ, ഫലസ്തീൻ ജനതയെ എന്നല്ല, ലോകത്തെ ദുർബല ജനവിഭാഗങ്ങളെ മുഴുവനും എല്ലാ അർത്ഥത്തിലും സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടുള്ള അല്ലാഹുവിന്റെ സഹായം അതാണ് വർഷിക്കേണ്ടത്. ആ സഹായത്തിന്റെ ചരിത്രമാണ് നമ്മുടെ ഈ ബലിപെരുന്നാൾ ഈദുൽ അദ്ഹ ലോകത്തോട് പറയുന്നത്. സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രിയപത്നി ഹാജറ ബീവിയെയും പൊന്നോമന പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാമെയും അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അന്നാരാരുമില്ലാത്ത മക്കാ മണലാരുണ്യത്തിൽ കൊണ്ടുപോയി ആക്കുകയാണ്. ചരിത്രം നമുക്കറിയാം. ഹാജറിന്റെ ഒരു കൈയിൽ കാരക്കയും മറ്റേ കൈയിൽ വെള്ളവും നൽകി ഇബ്രാഹിം അലൈഹിസ്സലാം തിരിച്ചു പോരുമ്പോ മഹദി ഹാജറ ബീവി ഇബ്രാഹിം അലൈഹിസ്സലാമയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, അല്ലാഹു അമറക ബിഹാദാ, അല്ലാഹു കൽപ്പിച്ചിട്ടാണോ നിങ്ങൾ ഇത് ചെയ്തത്? നഅം അല്ലാഹു അമറനി ബിഹാദാ, അല്ലാഹു കൽപ്പിച്ചിട്ടാണ്, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. ആരാരുമില്ലാത്ത അങ്ങ് മക്കാ മണലാരുണ്യത്തിൽ അന്ന് ജനവാസം ഉണ്ടായിരുന്നില്ല, അന്ന് അവിടെ ജീവിക്കാൻ യോഗ്യമായ മണ്ണായിരുന്നില്ല. പക്ഷെ അള്ളാന്റെ കൽപ്പന പ്രകാരം കൊണ്ടുപോയി ആക്കി. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് കൊണ്ടുപോയി ആക്കിയത് എന്ന് പറഞ്ഞപ്പോ ഹാജറ ബീവി പറയാണ്,
ഇതല്ലാ യുദയ്യിഉനല്ലാഹ്, എങ്കിൽ അള്ളാഹു ഞങ്ങളെ പെരുവഴിയിലാക്കുകയില്ല. അല്ല കൽപ്പിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്നാക്കിയതെങ്കിൽ അള്ളാഹു ഞങ്ങളെ പെരുവഴിയിലാക്കുകയില്ല. പിന്നീട് എന്താണ് സംഭവിച്ചത്? നാഗരികതയുടെ കേന്ദ്രമായിട്ട് മക്ക മാറുന്ന ജനനിബിഡമായ ഒരു ചരിത്രം, അതല്ലെങ്കിൽ ഒരു വർത്തമാനം മക്കൾക്കുണ്ടാവുന്ന സാഹചര്യമുണ്ടായി. സഹോദരങ്ങളെ, അള്ളാഹുവിൽ വരവേൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കാര്യകാരണ ലോകത്തിന് അപ്പുറത്തുനിന്നുള്ള സഹായം ലഭിക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം, കയ്യിലെ കാരക്കയും തീർന്നു, വെള്ളവും തീർന്നു. മഹദി ഹാജറ ബീവി പ്രാർത്ഥിച്ചുകൊണ്ട് സഫാ കുന്നിന്റെയും മർവാ കുന്നിന്റെയും ഇടയിൽ ഓടി നടന്നു എന്നാണ്. സഫായുടെയും മർവായുടെയും ഇടയിൽ ഓടി നടക്കുമ്പോ അവിടെ ഇസ്മായിൽ അലൈഹിസ്സലാം കൊച്ചു കുഞ്ഞാണ്, കാലിട്ടടിച്ചുകൊണ്ട് കരയുകയാണ്. അങ്ങനെ ആ ഓട്ടത്തിനിടയിലാണ്, സഅയിനിടയിലാണ് ഇസ്മായിൽ അലൈഹിസ്സലാം കാലിട്ടടിച്ച ആ ഭാഗത്ത് നിന്നും സംസം പ്രവാഹം ഉണ്ടാകുന്നത്. സംസം അഭൗതികമായ ലോകത്ത് നിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അള്ളാഹുവിന്റെ സഹായമാണ്. തീർച്ചയായും അള്ളാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജനതയെ അള്ളാഹു സഹായിക്കും. അള്ളാഹുവോട് പരമമായ സ്നേഹവും അള്ളാഹുവോട് എല്ലാത്തിനുപരിയായിട്ടുള്ള ഭക്തിയും പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ അള്ളാഹു സഹായിക്കും എന്നതിന് വ്യക്തമായ തെളിവാണ് ബലിപെരുന്നാളിന്റെ ചരിത്രം നമ്മോട് പറയുന്ന. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ അഭൗതികമായ സഹായം നേടിയെടുക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, കുടുംബ ബന്ധങ്ങളും അയൽപക്ക ബന്ധങ്ങളും എല്ലാ അർത്ഥത്തിലുള്ള സൗഹൃദങ്ങളും, ജാതി മത വ്യത്യാസങ്ങളില്ലാത്ത സൗഹൃദങ്ങൾ, കക്ഷി രാഷ്ട്രീയ ഭേദങ്ങളില്ലാത്ത സൗഹൃദങ്ങൾ ശക്തിപ്പെടുത്താനുള്ള സമയമാണ് ബലിപെരുന്നാൾ എന്ന് പറയുന്നത്. പെരുന്നാളിന്റെ നാളുകൾ നമുക്ക് സൗഹൃദം ശക്തിപ്പെടുത്താനാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ദൈഫ. നിങ്ങളിൽ ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവർ വിരുന്നുകാരനെ സൽക്കരിക്കട്ടെ, അതിഥിയെ സൽക്കരിക്കട്ടെ. വിരുന്നുകാരായി നമ്മുടെ സഹോദരങ്ങളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വിരുന്നുകാരെ സൽക്കരിച്ചുകൊണ്ടുമുള്ള നാളുകൾ, അതായിരിക്കണം പെരുന്നാളിന്റെ നാളുകൾ. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ജാറ. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അയൽക്കാരനെ ആദരിക്കട്ടെ. അയൽക്കാരനെ ഉപദ്രവിക്കാൻ പാടില്ല. അയൽക്കാരനെ ഉപദ്രവിക്കുന്നവൻ വിശ്വാസിയല്ല. അയൽക്കാരന്റെ വീട്ടിൽ ഭക്ഷണമല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം തയ്യാറാക്കുമ്പോ ഒരു കരുതൽ ഉണ്ടാവണം. കറി ഉണ്ടാക്കുമ്പോ കറിയിൽ വെള്ളം കൂട്ടിയെങ്കിലും അയൽക്കാരനെ കൂടി നിങ്ങൾ പരിഗണിക്കണേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയസിൽ റഹ്മ. നിങ്ങളിൽ ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അയാൾ കുടുംബ ബന്ധം ചേർക്കട്ടെ. കുടുംബ ബന്ധം ചേർക്കാൻ, അയൽപക്ക ബന്ധം ശക്തിപ്പെടുത്താൻ, സൗഹൃദങ്ങൾക്ക് ഊഷ്മളമേകാനുള്ള സന്ദർഭമാണ് ബലിപെരുന്നാൾ. നമുക്കിടയിൽ പിണക്കമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഈദ് മൈതാനിയിൽ വെച്ച് ഇണങ്ങാൻ അവർക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇന്നത്തെ ദിനത്തോടൊപ്പം തുടർന്നുള്ള 3 ദിവസങ്ങൾ കൂടി ചേർന്നതാണ് ബലിപെരുന്നാൾ ദിനങ്ങൾ എന്ന് പറയുന്നത്. തുടർന്നുള്ള 3 ദിവസങ്ങളുണ്ടല്ലോ, ഈ 3 ദിവസങ്ങളെ സംബന്ധിച്ചാണ് അയ്യാമുത്ത ശരീഅത്തിന്റെ ദിനങ്ങൾ എന്ന് പറയുന്നത്. അയ്യാമുത്ത ശരീഅത്തിന്റെ ദിനങ്ങളും ആഘോഷത്തിന്റെ ദിനങ്ങളാണ്. അതുകൊണ്ട് ഇന്നത്തെ 1-ാമത്തെ ദിനമോ തുടർന്നു വരുന്ന ദിനങ്ങളോ, ഈ തുടർന്നു വരുന്ന 3 ദിനങ്ങളോ, ഈ 4 ദിനങ്ങളും ചേർന്നതാണ് ബലിപെരുന്നാളിന്റെ ആഘോഷങ്ങൾ. ഈ ദിനങ്ങളിലൊന്നും നോമ്പെടുക്കാൻ പാടില്ല. അത് ആഘോഷത്തിന്റെ ദിനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യാമുത്ത ശരീഅത്ത് അയ്യാമു അക്ലിൻ വശുർബിൻ വദിക്റുല്ലാഹി അസ്സ വജൽ. അയ്യാമുത്ത ശരീഅത്തിന്റെ ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് തീറ്റയുടെ, കുടിയുടെ, അല്ലാഹുവിനെ സ്മരിക്കുന്നതിന്റെ, തീറ്റയുടെയും കുടിയുടെയും ഭക്ഷണപാനീയങ്ങളുടെ ദിനമാണ്. ഭക്ഷണപാനീയങ്ങൾ ആഹരിച്ചുകൊണ്ട് വീട്ടിൽ കഴിഞ്ഞുകൂടുക, അതുപോലെ തന്നെ വിനോദയാത്രകളൊക്കെ ചെയ്യുക. അങ്ങനെ സന്തോഷിച്ചുകൊണ്ടും ഉല്ലസിച്ചുകൊണ്ടും സഹോദരങ്ങളെ കഴിഞ്ഞുകൂടേണ്ടുന്ന ദിനരാത്രങ്ങളാണ്. പക്ഷേ വദിക്റുല്ലാഹി അസ്സ വജൽ, ദൈവസ്മരണയുടെ ദിനരാത്രങ്ങൾ കൂടിയാണ്. വിശ്വാസികൾക്ക് ഏത് ആഘോഷഘട്ടത്തിലും ഏത് വിനോദ സന്ദർഭങ്ങളിലും അവനിൽ ഉണ്ടാവേണ്ടതാണ് ദൈവസ്മരണ എന്ന് പറയുന്നത്. ദൈവസ്മരണ ഒഴിവാക്കിക്കൊണ്ടുള്ള, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്ർ ഒഴിവാക്കിക്കൊണ്ടുള്ള പെരുന്നാൾ ആഘോഷങ്ങൾ പാടില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ അനുവദനീയമായ വിനോദങ്ങളാകാവുന്നതാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അരുമ ശിഷ്യൻ കടന്നു വരുമ്പോ
പെൺകുട്ടികൾ ഇങ്ങനെ വീട്ടിൽ പാട്ട് പാടുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടില് ചെറിയ പെൺകുട്ടികൾ ഇങ്ങനെ പാട്ട് പാടുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിലാണോ നിങ്ങളുടെ പാട്ടും ബഹളവും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅഹും യാ അബൂബക്കർ, അബൂബക്കറെ അവരെ വിട്ടേക്ക്, ഇത് നമ്മുടെ പെരുന്നാൾ ദിനമാണ്. ഫഇന്ന ലികുല്ലി ഖൗമിൻ ഈദൻ വഹാദാ ഈദുനാ, എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടേതായ പെരുന്നാൾ ദിനങ്ങളുണ്ട്. ഇത് നമ്മുടെ പെരുന്നാളിന്റെ, നമ്മുടെ ആഘോഷത്തിന്റെ ദിനമാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാഹുവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ബലിപെരുന്നാൾ ആഘോഷം, ഈദാഘോഷം നിർവഹിക്കാൻ നമുക്ക് സാധ്യമാവണം. അവൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.